അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വാബർക്കാത്തു. അസ്സലാം വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, സ്നേഹക്കൂടിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. കുടുംബ പ്രശ്നങ്ങളും പാരൻറ്റിങ് വിഷയങ്ങളും തുടങ്ങി ഓരോ വ്യക്തിക്കും ആവശ്യമായ ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് നമ്മുടെ സ്നേഹക്കൂടിൻ്റെ വിവിധ എപ്പിസോഡുകൾ കുടുംബങ്ങളിൽ കുളിർത്തന്നലായി തന്നെ തുടരുകയാണ്. മാഷാ അല്ലാ. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മളോടൊപ്പം പീസ് റേഡിയോ ഡയറക്ടർ കൂടിയായ താജുദ്ദീൻ സലാഹിയാണ് നമ്മളോടൊപ്പം കൂടെയുള്ളത്. ഏതാനും വിഷയങ്ങൾ ഇൻഷാ അല്ലാ നമുക്ക് ചർച്ച ചെയ്യാം. Of course. പീസ് റേഡിയോയുടെ ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ ആളുകൾ സ്നേഹക്കൂടിലേക്ക് അയച്ചു തന്ന ചില ചോദ്യങ്ങൾ, അതുപോലെ തന്നെ ലൈവ് കൗൺസിലിങ്ങിലേക്ക് അയച്ചു തന്ന ചോദ്യങ്ങൾ, അതിൽ യഥാർത്ഥത്തിൽ എന്താണ് ഓരോരുത്തരും അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, അതിനെക്കുറിച്ച് വ്യക്തമായി പറഞ്ഞു തരുന്നുണ്ട്. ഇപ്പോൾ ഒരു ചോദ്യം കണ്ടത്, വിവാഹാന്വേഷണത്തിലാണ് ഉള്ളത്. അന്വേഷിക്കുന്ന ചെക്കൻ്റെ ഉമ്മയാണ് ശരിക്ക് ചോദ്യം അയക്കുന്നത്. അന്വേഷിക്കുന്നുണ്ട്, പക്ഷേ അന്വേഷിക്കുന്നവർക്കൊന്നും ദീനുള്ള കുട്ടികളെ വേണ്ട. അവർ അവരുടെ മകനെ പറ്റി പറയണത് ആ മകൻ ദീനുള്ള കുട്ടിയാണ്, മക്കൾക്കെല്ലാവർക്കും ഗൾഫുകാരെ മതി, പെൺകുട്ടികൾക്ക് ഗൾഫുകാരെ മതി എന്നാണ്. അപ്പോൾ ദീനുള്ള ഒരാളെ ഇഷ്ടപ്പെടാനും അംഗീകരിക്കാനും അയാളെ ഭർത്താവായി സ്വീകരിക്കാനും തയ്യാറാകാത്ത പെൺകുട്ടികളോട് ഒരു ഉപദേശം നൽകണം. അങ്ങനത്തെ ധാരാളം ആളുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് അവരുടെ ഒരു കാഴ്ചപ്പാട്. അതിൽ ഈ ഫീഡ്ബാക്കിലൂടെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് ചില ലിമിറ്റേഷനുകളുണ്ട്. അവർ പറയുന്ന ആ 4 വരിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾക്കുള്ള ഒരു റെസ്പോൺസാണ് നമ്മൾ പറയാൻ ശ്രമിക്കുക. അതൊരു പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം സമ്പൂർണ്ണമായ ഉത്തരമോ അല്ലെങ്കിൽ 100% പരിഹാരങ്ങളോ ആകില്ല. ഇവിടെ ബേസിക്കലി മനസ്സിലാക്കേണ്ട കാര്യം, ആൺകുട്ടിയും പെൺകുട്ടിയും രക്ഷിതാക്കളൊക്കെ മനസ്സിലാക്കേണ്ട കാര്യം, വിവാഹം എന്ന് പറയുന്നത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു മുസ്ലിമിന് ചോയ്സ് ഉള്ളൊരു കാര്യമല്ല. വിവാഹം എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം യാ മഅ്ശറ ശബാബ് മൻ ഇസ്തതാഅ മിൻകുമുൽ ബാഅത ഫൽയതസവ്വജ്, യുവാക്കളെ, വിവാഹത്തിൻ്റെ ഒരു ബാഅത്തെത്തിയാൽ, നിങ്ങളുടെ ലൈംഗികത നിങ്ങൾക്ക് നിർവഹിക്കേണ്ട ഘട്ടമെത്തിയാൽ, ഏറ്റവും മുഖ്യമായ വ്യാഖ്യാനം അതാണ്. അതല്ലെങ്കിൽ ഒരു പെണ്ണിനെ പോറ്റാനുള്ള എല്ലാ തരമുള്ള ക്ഷമതയും നിങ്ങൾക്കെത്തിയാൽ പിന്നെ നിങ്ങൾ വിവാഹം വൈകിപ്പിക്കരുത്, നിങ്ങൾ കല്യാണം കഴിക്കണം. ഇതൊരിക്കലും ആണിനോട് മാത്രം പറഞ്ഞ ഒന്നല്ല. കാരണം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഒരു വ്യക്തി അയാളുടെ ദീന് പൂർത്തീകരിക്കുന്നിടത്ത് അയാളുടെ വിവാഹത്തിന് വലിയ റോളുണ്ട്. ആരെങ്കിലും കല്യാണം കഴിച്ചാൽ ഫഖദ് ഇസ്തക്മല നിസ്ഫ ദീനിഹി, അയാളുടെ ദീനിൻ്റെ പാതി ഭാഗം പൂർത്തീകരിച്ചു. അപ്പം അതുകൊണ്ട് തന്നെ വിവാഹം കഴിക്കുന്ന പെൺകുട്ടികളും ആൺകുട്ടികളും രക്ഷിതാക്കളൊക്കെ അത് തിരിച്ചറിയണം. ആൺകുട്ടികളുടെ രക്ഷിതാക്കൾക്ക് ഈ ബോധം വേണം. സാധാരണ പെൺകുട്ടികളെ കല്യാണം കഴിപ്പിക്കാൻ വളരെ ആവേശവും ധൃതിയും ആശങ്കയും ഒക്കെ ഉണ്ടാകും. പുര നിറഞ്ഞു നിൽക്കുന്ന പെൺകുട്ടികൾ എന്നാണ് പറയാം. ആൺകുട്ടികൾ ഒരിക്കലും പുര നിറയലില്ല. അപ്പോൾ വിവാഹപ്രായത്തിയ ആൺകുട്ടികളുണ്ടെങ്കിലും ചിലപ്പോൾ പെങ്ങന്മാരുടെ കല്യാണം അല്ലെ വീട്ടിലെ സൗകര്യം, ഇങ്ങനെ പല കാരണങ്ങളാൽ അത് വൈകിപ്പോകാറുണ്ട് എന്നത് സാന്ദർഭികമായിട്ട് പറയാണ്. ഇത് ആൺകുട്ടികളുടെ രക്ഷിതാക്കൾക്ക് ഇവിടെ ആൺകുട്ടികളുടെ രക്ഷിതാവ് കാണിച്ചൊരു സന്നദ്ധതയെ മുൻനിർത്തിയാണ് ഞാനിത് പറയുന്നത്. കുട്ടീൻ്റെ വിവാഹാന്വേഷണത്തിനിറങ്ങി വിഷമിച്ചപ്പോൾ അവർ നടത്തിയൊരു പ്രതികരണം ആണ് യഥാർത്ഥത്തിൽ ഇവിടെ ഉള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് ഇതിലുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത്, പലപ്പോഴും ഇന്നത്തെ ഇണയെക്കുറിച്ച കാഴ്ചപ്പാട് രൂപപ്പെടുന്നത് ഒരു പെൺകുട്ടിയുടെ മനസ്സിലാണെങ്കിലും ആൺകുട്ടിയുടെ മനസ്സിലാണെങ്കിലും രൂപപ്പെടുന്നത് അത് ഷോർട്സിൽ നിന്നും റീൽസിൽ നിന്നും ഫിലിമിൽ നിന്നൊക്കെയാണ്. അതിലൂടെ പ്രൊമോട്ട് ചെയ്യപ്പെടുന്ന ഒരു വ്യക്തിയാണ് അവരുടെ ഒരു ആളായിട്ട് വരുന്നത്. ഈ അടുത്ത സമയത്ത് കേട്ടൊരു അനുഭവം, ഒരു പെൺകുട്ടി പറഞ്ഞു, എനിക്ക് ഭയങ്കര ദീനുള്ള ആളെ വേണ്ട, ഒരു മോഡറേറ്റ് ദീനുള്ള ആൾ മതി, കാരണം ഞാനൊരു നല്ല ദീനുള്ള ആളല്ല, അപ്പോൾ ഞങ്ങൾ തമ്മിൽ ചേരുമോ എന്നുള്ള സംശയമാണ്. മാത്രമല്ല, എൻ്റെ ഫ്രണ്ട് എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടിയുണ്ട്, അവളുടെ ഭർത്താവിന് ഈ ഇൻസ്റ്റഗ്രാമിലൊന്നും ഫോട്ടോ ഒന്നും പോസ്റ്റ് ചെയ്യണത് ഇഷ്ടമല്ല. അപ്പോൾ ആ ഭർത്താവിനെ മാത്രം ഹൈഡ് ചെയ്ത് വെച്ചിട്ട് അവൾ ഫോട്ടോ പോസ്റ്റ് ചെയ്യാറുണ്ട്. എനിക്കും ഇൻസ്റ്റയിലൊക്കെ ഫോട്ടോ ഒക്കെ ഇടണം, അതിനൊക്കെ പറ്റിയ ആളാണ് യഥാർത്ഥത്തിൽ കിട്ടേണ്ടത്. അപ്പോൾ ഈ ആശയങ്ങളൊക്കെ രൂപപ്പെടുന്നത് എവിടെ നിന്നുള്ളതൊരു പ്രധാന വിഷയമാണ്. ഞാൻ എൻ്റെ സ്പീച്ചുകളൊക്കെ സാധാരണ പറയാറുണ്ട്. ഒരു കുട്ടി വിവാഹം കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ വീട്ടിലേക്ക് തിരിച്ചു വന്നപ്പോൾ ഈ കുട്ടി അതിന് പറഞ്ഞ കാരണം എൻ്റെ ഭർത്താവ് ഒരാണല്ല എന്നാണ്.
അപ്പോൾ ആണല്ല എന്ന് പറയുമ്പോൾ എന്തോ ലൈംഗികമായ നിർവഹണം അവൾക്ക് പൂർത്തീകരിച്ചു കൊടുക്കാൻ കഴിയാത്ത ഒരു വ്യക്തിയാണ് അവളുടെ ഭർത്താവ് എന്നാണ് ഉമ്മ ആദ്യം റീഡ് ചെയ്തത്. അപ്പോൾ ഉമ്മ പറഞ്ഞു ഉമ്മാൻ്റെ കുട്ടി എന്നാൽ പോണ്ട. അങ്ങനെ ഇത്താത്താരൊക്കെ വിളിച്ചു വരുത്തി. അപ്പോൾ ഒരു ഇത്താത്ത ചോദിച്ചു, ഒരു 3 ദിവസം കൊണ്ട് ഇയാൾ ആണാണോ പെണ്ണാണോ എന്നൊക്കെ തെളിയോ, എന്തെങ്കിലുമൊക്കെ പറയാം എന്ന് പറഞ്ഞാൽ വിശദാംശം ചോദിച്ചപ്പോഴാണ് അയാൾക്കൊരു കട്ടിമീശല്ല, അയാൾ ബുള്ളറ്റ് ഓടിക്കൂല, അയാൾ സിനിമക്ക് പോകില്ല. അപ്പം ഞാൻ പറയണത് കാഴ്ചപ്പാടുകൾ രൂപപ്പെടുന്നിടത്തൊരു പ്രശ്നമുണ്ട്. അതാണ് ഇവിടുത്തെയും കേസ്. പ്രവാസിയായ ആളെ വേണ്ട, അതല്ലെങ്കിൽ പിന്നെ എനിക്ക് നാടൻ പണി എടുക്കുന്ന ആളെ വേണ്ട, അല്ലെങ്കിൽ എനിക്ക് കച്ചവടക്കാരനെ വേണ്ട, ഇങ്ങനെയൊക്കെയാണ് കുട്ടികൾ സാധാരണ വിചാരിക്കുക. എനിക്ക് ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനെ വേണ്ട, എനിക്ക് ഒരു ദീനി രംഗത്തുള്ള സംഘടനാ പ്രവർത്തകനെ വേണ്ട. ഇതിൻ്റെയൊക്കെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് സ്വന്തം ഇണയെ തിരഞ്ഞെടുക്കേണ്ട ഇതെവിടെ നിന്ന് എന്നത് നിർവചിക്കപ്പെടാം. ഇനിയിപ്പോൾ പുരുഷന്മാരുടെ കാര്യം പറയണം. മുമ്പൊരിക്കൽ എൻ്റെ ഒരു സുഹൃത്ത് ഒരാളെയും കൊണ്ട് പെണ്ണ് കാണാൻ പോകുമ്പോൾ ഒരു സ്ഥലത്തെത്തിയപ്പോൾ നിർത്താൻ പറഞ്ഞു. നിർത്ത് പറഞ്ഞു. എന്നിട്ടിങ്ങനെ ചൂണ്ടി കാണിച്ചെടുത്തു. കാറിൻ്റെ ഫ്രണ്ട് ഗ്ലാസിൻ്റെ ഉള്ളിൽ കൂടെ നിൽക്കണം കണ്ടില്ലേ. അപ്പം ഹരീം പർദ്ദൻ്റെ പരസ്യമുണ്ട്. ഹരീം പർദ്ദൻ്റെ പരസ്യത്തിലെ ഇത് കാണിച്ചെടുത്തിട്ട് പറഞ്ഞു എനിക്ക് ഈ ടൈപ്പാണ് വേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ ഡ്രൈവിംഗ് സീറ്റിലിരിക്കുകയാണ്. ഇയാൾ പറഞ്ഞു ആ ഡോറും തുറക്കുക പറഞ്ഞു. ഒന്നാണ് പുറത്തേക്ക് ഇറങ്ങാറ്, എന്നെ കെട്ടിച്ചേരാനായിട്ടില്ല പറഞ്ഞു. അപ്പോൾ നമ്മൾ ആൺകുട്ടികളോടും പെൺകുട്ടികളോടും പറയണത്, നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു അടിസ്ഥാനമുണ്ട്. ആ അടിസ്ഥാനം എന്താണ്? തുൻകഹുൽ മർഅ ലി അർബഈൻ ലിമാലിഹ വലി ജമാലിഹ വലി ഹസബിഹ വലി ദീനിഹ ഫദ്ഫർ ബിദാത്തി ദീൻ. നാട്ടിൽ 4 കാര്യത്തിന് കല്യാണം നടക്കുന്നുണ്ട്. 1 സമ്പത്തിന്, 2 സൗന്ദര്യത്തിന്, 3 തറവാടിന്, 4 ദീന് മുൻനിർത്തിയിട്ട്. അപ്പോൾ ഈ ദീന് മുൻനിർത്തി ദീനിയായി നല്ല അള്ളാഹുവിനെ ഭയപ്പെടുന്നൊരു വ്യക്തിയാണ് നമ്മുടെ ഇണാന്ന് ആണും പെണ്ണും ഉറപ്പാക്കിയാൽ മതി. എന്നാൽ പിന്നെ ഒരുപാട് പ്രശ്നങ്ങൾ എന്ത് ചെയ്യും, അതിലൂടെ പരിഹരിക്കപ്പെട്ടു പോകും. അതല്ലെങ്കിൽ ജീവിച്ച് തുടങ്ങുന്നിടത്തുണ്ടാകുന്ന കുറേയധികം പ്രശ്നങ്ങളുണ്ട്. ഞാൻ ഈ പോയിന്റ് പറയുമ്പോഴൊക്കെ സാധാരണ അനുസ്മരിക്കാറുള്ളൊരു കാര്യം, ഒരു സഹോദരൻ്റെ വിവാഹ ജീവിതത്തിലെ ആദ്യത്തെ ദിവസം അയാളുടെ ഭാര്യയ്ക്ക് അപസ്മാരമുണ്ടായി. വളരെ വൈകാരിക നിമിഷമാണ്. അപ്പോൾ അയാൾ വേഗം ഫാനൊക്കെ ഇട്ട് റേഡിയോ മറ്റേ കാസറ്റ് പ്ലേ ചെയ്യിക്കണേ ടാപ്പ് റെക്കോർഡറാണ്. അപ്പോൾ അത് ഓൺ ചെയ്ത് ശബ്ദം ഇവരുടെ ഈ അപസ്മാരത്തിൻ്റെ ശബ്ദങ്ങളുണ്ടല്ലോ അത് പുറത്ത് വരാതിരിക്കാനുള്ള ക്രമീകരണങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഡോക്ടർ പറയരുതെന്ന് പറഞ്ഞതാണ്, കാരണം വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായതാണ്, പിന്നെ ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് നിങ്ങളെ മറച്ചു വെച്ചത് അതുകൊണ്ടാണ്. അപ്പോൾ അയാൾ അതിന് കൊടുത്ത ഉത്തരം, നിനക്ക് സ്വർഗത്തിൽ പോണ അസുഖമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെടുത്ത സ്ത്രീ വന്ന് ചോദിച്ച സംഭവമൊക്കെ, നബിയെ എനിക്ക് തകശഫ്, എനിക്ക് അപസ്മാരം ഉണ്ടാകുന്നു, വസ്ത്രം നീങ്ങിപ്പോകുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കണം. അപ്പോൾ റസൂലുള്ളാഹി പറയാണ്, അപസ്മാര രോഗികളായ ആളുകളുടെ കുടുംബങ്ങൾക്ക് ആശ്വാസമായിട്ട് പറയാണ്, ഇൻ ശിഅ്തി ദഅഉതുല്ലാഹ യുആഫിക്കി, ഞാൻ പ്രാർത്ഥിച്ചാൽ നിൻ്റെത് മാറും, പക്ഷേ ഇൻ ശിഅ്തി സബർത്തി ഫലക്കിൽ ജന്ന, നീ സബറാക്കുകയാണെങ്കിൽ നിനക്ക് സ്വർഗമുണ്ട്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ആ സ്ത്രീ വേണ്ട, എൻ്റെ അസുഖം മാറണ്ടാൻ തീരുമാനിക്കുകയാണല്ലോ. അത് അന്ത്യദിനം വരെ അപസ്മാരം അനുഭവിക്കുന്ന ആളുകൾക്ക് അള്ളാഹു കൊടുത്തൊരാശ്വാസമാണ്. അപ്പം നിനക്ക് ഈ അസുഖമാണ്, ഞാൻ നിന്നെന്തിനാണ് ഒഴിവാക്കുന്നത്? അപ്പോൾ അയാൾ ദീനിയായി ചിന്തിച്ചതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ആ ബന്ധം തുടർന്നത്. നമ്മൾ കുട്ടികളോടൊക്കെ പറയണതാണ്, ഇപ്പം കാണുന്ന ഈ പത്രാസും ഈ പരിപാടിയൊക്കെ തീരും, റിയൽ ലൈഫൊക്കെ കിടക്കുമ്പോൾ കിട്ടേണ്ട ഒരു ആശ്വാസവും ഒരു റിലീഫ് ആൻഡ് റിലാക്സേഷനും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്നു, ദീനിയായ കാഴ്ചപ്പാടുകളുടെ അടിസ്ഥാനത്തിലാകണം ഇത് ശ്രദ്ധിക്കണത്. ഇനി ഇപ്പോൾ വിവാഹാന്വേഷണം നടത്തുന്ന പയ്യന്മാർ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഒരു സ്ഥലത്തൊരു പെൺകുട്ടി ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണ് പോവുക, കാണുക, പറ്റൂലാൻ പറയുക എന്നുള്ളതല്ല. നമുക്ക് എന്താണ് വേണ്ടത്? ഇപ്പോൾ നമ്മളൊരു ലാപ്ടോപ്പ് വാങ്ങുകയാണെങ്കിൽ അതിന് എത്ര റാം വേണം, എത്ര കോൺഫിഗറേഷൻ വേണം, ഏത് ടൈപ്പ് ആകണം, എത്ര റുപ്യേൻ്റെത് വേണം, അതൊക്കെ നമ്മൾ നോക്കും. ഒരു വണ്ടി വാങ്ങുമ്പോൾ, എന്ത് വാങ്ങുമ്പോഴും. ഇതിൻ്റെ അർത്ഥം ഇനിയിപ്പോൾ അത് ക്ലിപ്പ് മുറിച്ചിട്ട് മറ്റേ ടീം പിന്നെ വണ്ടിയോട് ഉപയോഗിച്ചു എന്ന് പറയണ മരിപ്പുണ്ട, ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞാണ്. അതായത് നമ്മൾക്ക് എന്താണ് യഥാർത്ഥ കാഴ്ചപ്പാട് എന്നുള്ളതിൽ എന്ത് ചെയ്യണം, നല്ലൊരു ക്ലാരിറ്റി കിട്ടണം. 100% ആ ക്ലാരിറ്റി കിട്ടാതെ നമ്മളെ വീടിന് പറ്റിയൊരു കുട്ടിയാണോ, കാഴ്ചപ്പാടുകൾ എങ്ങനെയാണ്, വിവാഹം കഴിക്കുന്ന നാടെങ്ങനെയാണ്, വീടെങ്ങനെയാണ്, അതിലൊക്കെ വ്യക്തത വരുത്തിയതിൻ്റെ ശേഷം മാത്രമേ കാണാൻ പോകേണ്ടതുള്ളൂ. അപ്പോൾ പിന്നെ അവിടെ ആകെ ബാക്കി ഉണ്ടാകുക എന്താ, മുഖം കാണണം, ശരീരം കാണണം, പരസ്പരം കാണണം, സംസാരിക്കണം, പിന്നെ ക്ലാരിറ്റി വരുത്തേണ്ട പോയിൻ്റുകൾ ഡിസ്കസ് ചെയ്യണം. അതിന് മാത്രമേ നമ്മൾ എന്ത് ചെയ്യേണ്ടുള്ളൂ, കാണാൻ പോകേണ്ടതുള്ളൂ. ഉണ്ട് എന്ന് പറയുമ്പോഴത്തേനും ഓടേണ്ട കാര്യം
ഇല്ല എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാമെന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് ഈ ഉമ്മ പറഞ്ഞ പോലെ നമ്മളെ കുട്ടികൾക്ക് ശരിയായ ഗൈഡൻസ് കിട്ടണം. പെൺകുട്ടികൾക്ക് മാത്രമല്ല ആൺകുട്ടികൾക്കും കിട്ടണം. ആ ഉമ്മ ആവശ്യപ്പെട്ടത് പെൺകുട്ടികൾക്ക് കൊടുക്കണം എന്നാണ്. ഉമ്മ ഇപ്പോൾ അനുഭവിക്കുന്നത് ആൺകുട്ടീൻ്റെ കാര്യത്തിലാണ്. തിരിച്ച് ആൺകുട്ടികൾ കിട്ടാത്തവരുണ്ട്. ഒരു ഷവർമ്മ വാങ്ങണ ലുക്കിലാണ് ഇന്നത്തെ ചെക്കന്മാർ കല്യാണം കഴിക്കണത്. കെട്ടോ ഒഴിവാക്കാവുന്നവർക്കൊരു പ്രശ്നമേ അല്ല. രണ്ടാളും വക്കീലിനെ ഏൽപ്പിച്ചതിൻ്റെ ശേഷമാണ് വീട്ടുകാർ അറിയണം. അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഇപ്പോഴത്തെ ഏറ്റവും ട്രെൻഡിങ് സംഭവങ്ങൾ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറയാനുള്ളത്, ഇതിൽ നമുക്ക് ഒരു ഒറ്റ മറുപടിയിൽ നിങ്ങൾ ചുരുക്കണ്ട. മഹബ്ബ എന്നുള്ള പേരിൽ നമ്മുടെ സെഷനുണ്ട്, യൂത്ത് നടത്തുന്ന സെഷനുണ്ട്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും നിശ്ചിത ഇടവേളയിൽ ഉണ്ടാവാറുണ്ട്. ഈ വരുന്ന 22-ന് ഇൻഷാ അല്ലാ ആലത്തൂരിൽ വെച്ച് ഒരു സെഷൻ നടക്കുന്നുണ്ട് എന്നുകൂടി വേണമെങ്കിൽ പറയാം. ഈ ഇതിൽ കാഴ്ചപ്പാടിൻ്റെ കാര്യത്തിൽ പറഞ്ഞപ്പോൾ ഇപ്പോൾ സൗന്ദര്യം നോക്കുന്ന ആളുകൾക്ക് തന്നെ എന്താണ് ശരിയായ സൗന്ദര്യം എന്ന് മനസ്സിലാകാത്ത കുറേ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഒരു കുട്ടി, അവളുടെ കല്യാണം, പെൺകുട്ടിയാണ്, അവളുടെ കല്യാണം ഒരു നിലക്കും അവൾ സമ്മതിക്കണില്ല. അവസാനം കുടുംബക്കാർ ചോദിച്ചു എന്നാണ്, എളാപ്പേ അങ്ങനെ മറ്റാരോ ചോദിച്ചു, ആരോ ആട്ടെ, എനിക്ക് എങ്ങനത്തെ ആളെ വേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ അവളൊരു ഫോട്ടോ കാണിച്ചു കൊടുത്തു. ഫോട്ടോ കാണിച്ചു കൊടുത്തത് ഈ പിന്നെ സ്ഥിരമായി വെബ് സീരീസുകളിൽ ഉള്ള അന്യരാജ്യക്കാരായ ആളുകൾ, ഇതേപോലുള്ള ആളുകൾ മതിയെന്ന്. അപ്പോൾ ശരിക്ക് കേരളത്തിലോ ഇന്ത്യയിലോ ഉള്ള ഒരാളും ആ രൂപം ഉണ്ടാവില്ല. എന്തെല്ലാം സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിച്ചാലും അവരുടെ പോലുള്ള ചർമ്മം ആകൂല. അപ്പോൾ ഗ്ലാസി സ്കിന്നാകാൻ വേണ്ടിയിട്ട് കുറേ ചർമ്മങ്ങളിൽ പലതും തേച്ച് പിടിപ്പിക്കണ പുരുഷന്മാരും സ്ത്രീകളൊക്കെ ഉണ്ട്. പക്ഷേ അവരുടെ മുഖം പോലുള്ളൊരു മുഖമായി മാറൂല എന്നുള്ളതൊരു റിയാലിറ്റിയാണ്. എന്നിട്ടും ആ റിയാലിറ്റി ഉൾക്കൊള്ളാതെ വെറുതെ അത്തരം മോഹങ്ങൾ മനസ്സിൽ വെച്ച് നടക്കുക. അങ്ങനത്തെ സൗന്ദര്യമുള്ള ആളെ കണ്ടെത്തിയാലേ ഞാൻ കല്യാണം കഴിക്കുള്ളൂ എന്ന കാരണം, എന്ന ഒരു നിഗമനം വെച്ച്, എന്നൊരു തീരുമാനത്തിൽ മുന്നോട്ട് പോകുന്നതിലൊക്കെ ശരിക്കും അപകടമുണ്ട്. പിന്നെ വിവാഹം വൈകിപ്പിക്കുന്നതിൻ്റെ കാര്യം സൂചിപ്പിച്ചു. ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൽ ഒരു സംഭവം ഉള്ളത്, റബിയ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിചാരകനായി ഒപ്പമുണ്ടായിരുന്നു. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖിദ്മത്ത് ചെയ്യാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ഒരു വട്ടം ചോദിച്ചു, റബിയ നിനക്ക് വിവാഹം കഴിക്കണ്ടേ? അപ്പോൾ പറഞ്ഞു, ഞാൻ വിവാഹം കഴിക്കാൻ മാത്രം എനിക്ക് സമ്പത്തായിട്ടില്ല, പിന്നെ ഞാൻ വിവാഹം കഴിച്ചാൽ നിങ്ങൾക്കുള്ള സേവനത്തിൽ എനിക്ക് കുറച്ച് കുറവ് വരും, അതുകൊണ്ട് ഞാൻ കല്യാണം ഇപ്പോൾ കഴിക്കണില്ല എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ഇത് ചോദിച്ചു. അപ്പോഴും റബിയ റളിയല്ലാഹു അൻഹു ഇത് തന്നെ പറഞ്ഞു. പിന്നെ റബിയ റളിയല്ലാഹു അൻഹു മനസ്സിൽ ചിന്തിച്ചു എന്നാണ്, എന്നോട് ആരാ ചോദിക്കണത്? അള്ളാഹുവിൻ്റെ റസൂലല്ലേ ചോദിക്കണത്. അപ്പോൾ ഞാൻ എങ്ങനെ നബി ചോദിച്ചൊരു ചോദ്യത്തിന് ഞാൻ വേണ്ടാന്ന് പറയാം? അടുത്ത പ്രാവശ്യം എന്നോട് ചോദിച്ചാൽ ഞാൻ എന്തായാലും കല്യാണം കഴിക്കണം എന്ന് പറയും. അപ്പോൾ നോക്കൂ, അദ്ദേഹത്തിന് ശരിക്ക് വിവാഹം കഴിക്കാനുള്ള സാമ്പത്തികാവസ്ഥയിൽ എത്തിയിട്ടില്ല. പുറമെ അദ്ദേഹം ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമുണ്ട്, നബിക്ക് ഖിദ്മത്ത് ചെയ്യുക. അതിൽ നിന്നുള്ളൊരു നഷ്ടമായ അദ്ദേഹത്തിന് വരും എന്നുള്ള ഉറച്ച ബോധ്യം അദ്ദേഹത്തിനുണ്ട്. അത് കാരണത്താൽ ഒരു കൃത്യമായ ന്യായം പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒഴിവുകഴിവ് പറഞ്ഞു. എന്നിട്ട് പോലും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഒരു കൽപ്പന, ഒരു നിർദ്ദേശം, എന്നോടുള്ളൊരു ഉപദേശം, അത് ഞാൻ സ്വീകരിക്കാതിരിക്കാൻ പറ്റില്ല എന്ന നിലക്ക് അദ്ദേഹം കല്യാണത്തിന് വേണ്ടി തയ്യാറാവുകയാണ്. മൂന്നാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്, എന്തായാലും വിവാഹം ഞാൻ കഴിച്ചോളാം എന്ന് പറഞ്ഞു. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ വിവാഹവുമായി ബന്ധപ്പെട്ട് നടത്തിയ ഇടപെടലുകൾ ഹദീസുകളിലുണ്ട്. ഇവിടെ പോയിൻ്റ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുവാക്കളോടായി പറഞ്ഞ കൽപ്പന എന്നുള്ളത്, ആ ഒരു നിർദ്ദേശം അപ്രകാരം തന്നെ കൃത്യമായി ശരിക്കും പാലിക്കപ്പെടണം എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ വിവാഹത്തെക്കുറിച്ച് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടുണ്ട് ദീനിയായി തന്നെ അത് ചെയ്യൽ. നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെയാണെങ്കിൽ അത് ചോയ്സല്ല, നിർബന്ധമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ലൈംഗികമായി തീരെ താല്പര്യങ്ങളില്ലാത്ത, എതിർ സെക്ഷനോട് ഒരു തരത്തിലുള്ള അഭിനിവേശം ഇല്ലാത്ത ആളുകളുണ്ടാവും, അവരെ പറ്റിയല്ല പറയണത്. അപ്പോൾ അങ്ങനത്തെ അല്ലാത്ത എല്ലാ ആളുകളും കല്യാണം കഴിക്കൽ ദീനിൻ്റെ പകുതി പൂർത്തീകരിക്കലാണ് എന്ന് പറഞ്ഞ ഒരു നിർബന്ധിതാവസ്ഥ കല്യാണം കഴിക്കാനുണ്ട്. പക്ഷേ സമൂഹം നിർബന്ധിച്ചാലും മതപണ്ഡിതന്മാർ ഉപദേശിച്ചാലും സ്വന്തം എനിക്കൊരു വിവാഹം കഴിക്കാനായി എന്ന് ശരീരം കൊണ്ട് മനസ്സിലായാൽ പോലും കല്യാണം കഴിക്കൂല എന്ന് പറഞ്ഞ് മാറിക്കണേ, അല്ലെങ്കിൽ കല്യാണം കുറേ കഴിഞ്ഞിട്ട് മതി എന്ന് പറയുന്ന ആളുകളുണ്ട്. അവരെ കൂടി ശരിക്ക് ഗൈഡ് ചെയ്യണമല്ലോ. അപ്പോൾ നേരത്തെ അബ്ദു ഓർമ്മിപ്പിച്ചതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചുറ്റും ജീവിക്കുന്ന ആളുകളുടെ ഇത്തരം വിഷയങ്ങൾ വളരെ സൂക്ഷ്മമായി പരിശോധിച്ചിട്ടുണ്ട്. ഒരു യാത്രയിൽ അദ്ദേഹം ജാബിർ റളിയല്ലാഹുവിനോട് ചോദിക്കുന്നുണ്ട്, ജാബിറെ കല്യാണം കഴിക്കണ്ടേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം പ്രവാചകനോട് അദ്ദേഹം പറഞ്ഞിട്ട്, നബി എനിക്ക് ഉമ്മ മരിച്ചു പോയിട്ട് പെങ്ങന്മാരൊക്കെ ഉണ്ട്. അപ്പം അദ്ദേഹം പ്രവാചകൻ അദ്ദേഹത്തെ പ്രേരിപ്പിക്കുകയാണ്, അങ്ങനെ അദ്ദേഹം വിവാഹം കഴിക്കുകയാണ്. വിവാഹം കഴിക്കുമ്പോൾ അദ്ദേഹം ഒരു വിധവയെയാണ് കല്യാണം കഴിക്കുന്നത്. അപ്പോൾ വീണ്ടും അദ്ദേഹം കാരണം പറഞ്ഞത് അവർക്കൊരു ഉമ്മയാകാനും കൂടി വേണ്ടിയിട്ടാണ് എന്നാണ്. അപ്പോൾ സാമ്പത്തിക
മായി അദ്ദേഹം ദുർബലനാണെന്ന് മനസ്സിലാക്കിയിട്ട് അള്ളാഹുവിൻ്റെ റസൂല് അദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടിയിട്ട്, പബ്ലിക്കിൽ അദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരു ഐഡിയ എടുക്കുന്നുണ്ട് അവിടെ. ജാബിറ ഈ ഒട്ടകത്ത് കൊടുക്കണമെന്ന് ചോദിച്ചു. ആ നബിയെ തരാലോ. പ്രവാചകനെ ഒട്ടകത്ത് വാങ്ങി. അപ്പോൾ ഒരു ഹദിയ പോലെ അത് സ്വീകരിച്ചു. എന്നിട്ട് ബൈത്തുൽമാലിൻ്റെ സൂക്ഷിപ്പുകാരൻ എന്നുള്ളവർക്ക് ബിലാൽ തന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പിന്നെ അദ്ദേഹത്തിന് സാധാരണ എന്താണോ അതിൻ്റെ വില അതിലധികം വില ഇതിന് കൊടുക്കണം. അത് കൊടുത്തു കഴിഞ്ഞതിൻ്റെ ശേഷം പ്രവാചകൻ ആ ഒട്ടകത്തെ അദ്ദേഹത്തിന് തിരിച്ച് ഹദിയായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വിവാഹത്തിന് സാമ്പത്തിക പ്രാരാബ്ധതകളുള്ളൊരു വ്യക്തിയെ, കുടുംബം പോറ്റാൻ പ്രാരാബ്ധതയുള്ളൊരു വ്യക്തിയെ സഹായിക്കുന്നതിൻ്റെ ഏറ്റവും നല്ലൊരു എക്സാമ്പിളാണ് നമ്മൾ ഈ ചരിത്രത്തിലൂടെ കാണുന്നത്. പിന്നെ ഇവിടെ ഈ നിങ്ങൾ പറഞ്ഞ പോലെ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു പ്രധാന മേഖല തന്നെയാണെന്ത്, എന്തുകൊണ്ട് വിവാഹം ആവശ്യമാണ്. അതിൻ്റെ ഒന്നാമത്തെ കാര്യം നമ്മൾ പറഞ്ഞത് ഒരു ചോയ്സ് അല്ല, മതപരമായ നിർബന്ധമാണ്. അത് കൃത്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞാൻ വിവാഹം കഴിക്കണില്ല, ആരാധനയിൽ ജീവിക്കുകയാണ് എന്ന് പറഞ്ഞ 3 ആളുകളോട് പറയുന്നുണ്ട്. ഇന്നി അത്ഖാക്കും വാ അലമക്കും ബില്ലാഹി അന, ഇന്ന അത്ഖാക്കും വാ അലമക്കും ബില്ലാഹി അന, നിങ്ങളെക്കാളും സൂക്ഷ്മത ഉള്ളതും അള്ളാഹുവിൻ്റെ ദീൻ അറിയണതും ഞാനാണ്, ഞാൻ വിവാഹം കഴിക്കുന്നുണ്ട്, പിന്നെ നിങ്ങൾക്ക് എന്താ കഴിക്കണമെന്ന് ചോദിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ യഥാർത്ഥമായൊരു മനഃശാന്തി ഒരു വ്യക്തിക്ക് കിട്ടേണ്ടത് ഇതിലൂടെയാണ്. ഇപ്പോൾ ഈ വിവാഹത്തിന് വിസമ്മതിക്കുന്ന പെൺകുട്ടികളൊക്കെ പൊതുവേ അവരുടെ വീട്ടിലൊരു കംഫർട്ട് സോണിലായിരിക്കും. ഉദ്ദേശിക്കുന്ന സമയത്ത് എണീറ്റ് വരാം, ഉദ്ദേശിക്കുന്ന സമയത്ത് ഉറങ്ങാം, ഉദ്ദേശിക്കുന്ന കാര്യം ചെയ്യുക. ചില കുട്ടികൾക്കെങ്കിലും അടുക്കളൻ്റെ ലോഡോ ബാധ്യതകളോ ഭാരങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ഉണ്ടെങ്കിലും ഏതെങ്കിലും അവധി ദിവസങ്ങളിലൊക്കെ മാത്രമായിരിക്കും, നിശ്ചിത ഡ്യൂട്ടി ആയിരിക്കും. ഒന്ന് അടിച്ചോരി കൊടുക്കുക, ഒന്ന് മാറാല തട്ടി കൊടുക്കുക, അല്ലെങ്കിൽ ഒന്ന് അലക്കി കൊടുക്കുക, ഇങ്ങനെയൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അവരുടെ ചുറ്റും നടക്കുന്ന കുറേ സംഭവങ്ങളിൽ നിന്ന് വിവാഹം ഒരു തരം ഭയമായവരുടെ ഉള്ളിലുണ്ടാവുകയും ചെയ്യും. അപ്പോഴാണ് അവർ പലപ്പോഴും എന്ത് ചെയ്യണത്, പിന്നോട്ട് പോണത്. ശരിക്കും ഖുർആൻ പറഞ്ഞത് സൂറത്ത് റൂമിൻ്റെ 21 പറഞ്ഞത് വമിൻ ആയാതിഹി അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനു ഇലൈഹ. യഥാർത്ഥമായ ശാന്തിയുടെ ഒരു വഴിയാണ്, സമാധാനത്തിൻ്റെ ഒരു വഴിയാണ് വിവാഹം കഴിക്കുക എന്ന് പറയുന്നത്. അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്താണ് നിങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഇണയുണ്ടാക്കി തന്നു എന്നുള്ളത്. അപ്പോൾ അവിടെ ഖുർആൻ ഉയർത്തുന്ന ഒരു സന്ദേശം ഒരു പുരുഷനും ഒരു സ്ത്രീക്കും ശാന്തിയും സമാധാനവും കിട്ടാനുള്ള വഴിയാണത്. അത് വാപ്പിയമ്മയൊക്കെ മരിച്ചുപോയി, വീട്ടിൽ ഇക്കാക്കാൻ്റെ വൈഫ് കുറച്ചൊരു തന്മയത്വത്തോടെ പെരുമാറുന്ന ആളല്ല, വീടിൻ്റെ അനന്തരാവകാശ ഓഹരിവെപ്പ് കഴിഞ്ഞു, ഇങ്ങനെയൊക്കെ എത്തുന്നൊരു ദിവസം എന്തായാലും വരാനുണ്ടാവും അവിടെ. പക്ഷെ അന്ന് ഇവരെ കല്യാണം കഴിക്കാനും കൂട്ടാനൊന്നും ആളുണ്ടാവില്ല, പ്രായമൊക്കെ തെറ്റിയിട്ടുണ്ടാവും. മാത്രമല്ല നമ്മൾ വിഷമിച്ച് മുന്നോട്ട് പോകുന്ന ജീവിതത്തിൽ ഒരു രാത്രിയിൽ നമുക്കൊരു വിഷമം വരുമ്പോൾ, ഒരു ഇടനെഞ്ച് അമർത്തി പിടിച്ച് നമ്മൾ അസ്വസ്ഥതപ്പെടുമ്പോൾ ഒന്ന് വാരി പിടിക്കാനും ചേർത്ത് പിടിക്കാനും ഒരു ആൺതുണ ഉണ്ടാവുക എന്നുള്ളത് ഒരു ചെറിയ വിഷയമല്ല. അത് അനുഭവത്തിലൂടെ മാത്രം കിട്ടുന്ന ഒരു യാഥാർത്ഥ്യമാണ്. പലപ്പോഴും എന്താ വെച്ച് കഴിഞ്ഞാൽ വിവാഹത്തെ അത് അഫെയർ മാരേജുകളൊക്കെ തിരഞ്ഞെടുക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ എനിക്കും അതിന് കോമണായി അറിയണം, നമ്മളൊരു സുഹൃത്ത്, അദ്ദേഹം ഹോസ്പിറ്റലൈസ് ചെയ്ത് നീണ്ട ദിവസങ്ങളവിടെ കടന്നപ്പോൾ അദ്ദേഹത്തെ ഞാൻ വിസിറ്റ് ചെയ്തപ്പോൾ അദ്ദേഹത്തോടെയും ചോദിച്ചു എന്താണ് ഭാര്യൻ്റെയും മക്കളൊക്കെ വിശേഷം എന്ന് വെച്ചപ്പോൾ അദ്ദേഹത്തിന് തന്ന ഉത്തരം, അവളെ കാര്യമാണ് ഭയങ്കര വിഷമം, കാരണം അവൾക്കിനി ആരും ഇല്ല, പാപ്പിയമ്മയൊന്നും ഇല്ലാത്ത കുട്ടിയാണ്, അപ്പോൾ ചെറിയൊരു വിഷമമുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇസ്ലാമികമായിട്ട് ഇപ്പോൾ എനിക്ക് ഡിവോഴ്സ് ചെയ്ത് വേറെ ആൾക്ക് കെട്ടിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ, അങ്ങനെ ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യുമായിരുന്നു, എന്നാലും എനിക്ക് മനസ്സിന് സമാധാനമാണ്, ഞാനിത് തന്നാലും രക്ഷപ്പെടില്ല എന്നുള്ള മെഡിക്കലി പ്രൂവ്ഡാണ്. ഇത് നമ്മളെ രോഗത്തിൻ്റെ സ്റ്റാറ്റസ് നമ്മൾ ഗൂഗിൾ ചെയ്ത് നോക്കിയിട്ട് ഒരിക്കലും രക്ഷപ്പെടില്ല എന്ന് വായിച്ച് തീരുമ്പോൾ ഉണ്ടാകണേ ഡോക്ടറുടെ ആശ്വാസവാക്കുകളൊക്കെ വെറും ആശ്വാസവാക്കുകളാണെന്ന് മനസ്സിലാകുമ്പോൾ ഉണ്ടാകുന്നൊരു അവസ്ഥ ഉണ്ടല്ലോ, ആ ഒരു പാനിക് സിറ്റുവേഷനിലാണ് അയാൾ അന്നുള്ളത്. അപ്പോൾ ഞാൻ അവളോട് ഇത് പറഞ്ഞു, നമ്മൾ രണ്ടാളൊന്നും ഒരു പുതപ്പിൽ ഉറങ്ങിയിട്ട് എത്ര കാലമായി, നിനക്കിപ്പോൾ അങ്ങനത്തെ ഒന്നും കിട്ടണില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അവൾ എന്നോട് പറഞ്ഞ മറുപടി, നമ്മൾ പുതപ്പിൽ ഉറങ്ങുമ്പോൾ കിട്ടണില്ല വലിയ സുഖമാണ്, നിങ്ങൾക്ക് കഞ്ഞി കോരി തരുമ്പോൾ എനിക്ക് കിട്ടണത് എന്നാണ്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെക്സ് മാത്രമല്ല വിവാഹം എന്ന് പറയുന്നത്, സെക്സ് അതിലൊരു പ്രധാന പാർട്ടാണ്. ഇത് നമ്മളെ കുട്ടികൾ അനിവാര്യമായി ഉൾക്കൊണ്ടേ പറ്റുള്ളൂ. മാത്രമല്ല ഒരു ശരിയായ തവക്കുലും അതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വാപ്പിയും ഉമ്മയും കുടുംബവും സാഹചര്യമൊക്കെ മാറി വരുമ്പോൾ നമുക്കൊരു സംരക്ഷകന് ആവശ്യമുണ്ട്. ആ ശരിയായ തവക്കുലിൻ്റെ വശം അതിലുണ്ട്, ഇസ്ലാമികമായ നിർബന്ധം അതിലുണ്ട്. അതുകൊണ്ട് ഇതിലൊന്നും മടിക്കാതെ പോകുക എന്നുള്ളതും, തിരഞ്ഞെടുക്കുന്ന ആളെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ഇതൊരിക്കലൊരു ഫ്ലിപ്കാർട്ടിൽ നിന്നോ ആമസോണിൽ നിന്നോ ഒരു സാധനം പർച്ചേസ് ചെയ്യുന്ന പരിപാടിയല്ല. 100% നമ്മളെല്ലാം കാണണം ജീവിതത്തിൻ്റെ. അങ്ങനെ കണ്ടു നോക്കുമ്പോൾ ദീനിനാണ് എന്ത് ചെയ്യേണ്ടത്, ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഈ സാധാരണ ഇതിൽ 2 തരം തടസ്സങ്ങളുണ്ടാകും. ഒന്ന് പരിഹരിക്കാവുന്ന തടസ്സങ്ങൾ,
2 പരിഹരിക്കാൻ പറ്റാത്ത തടസ്സങ്ങൾ. ഇപ്പം ഒരു വ്യക്തിനെ സംബന്ധിച്ച് നമ്മളങ്ങനെ പോവുകയാണ്. അപ്പോൾ ഒരു പെൺകുട്ടിനെ നമ്മൾ കണ്ടു, അല്ലെങ്കിൽ ഒരു ആൺകുട്ടിനെ കണ്ടു, അപ്പം ചിരിച്ചപ്പോൾ അവൻ്റെ പല്ല് കുറച്ച് പൊന്തിയിട്ടാണ്, അല്ലെങ്കിൽ അവളത്ത് പൊന്തി, അതേതെങ്കിലും ഒരു ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് കമ്പിട്ടാൽ തീരുന്ന കേസുള്ളൂ അല്ലേ, പൊന്തിയത് അത് തീർക്കാം. പക്ഷേ ബാക്കി എല്ലാ യോഗ്യത കൊണ്ടും അത് മാത്രം മുടങ്ങണ്ടെന്നാണ് തോന്നുന്നത്. എന്നാൽ അയാളുടെ മനസ്സിന് തൃപ്തി വരാത്തൊരു കാര്യത്തിൽ അങ്ങനെ പോകണമെന്ന് നമ്മൾ പറയില്ല. അല്ലെങ്കിൽ ഒരു 3 വർഷം പഠിക്കാണ്ട്, അതൊരു ഷോർട്ട് ടൈം പ്രശ്നമാണ്. അതുകൊണ്ടാണ് കല്യാണം മുടങ്ങണ്ടല്ല, 3 വർഷം ഒന്ന് കഷ്ടപ്പെട്ട് കോഴ്സ് പൂർത്തിയാക്കുന്ന ഒരു രീതി സ്വീകരിച്ചാൽ മതിയാകും. അത് വീടും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ചിന്തിക്കണം. ചിലപ്പോൾ 3 വർഷം എന്നുള്ള 30 വർഷത്തിൻ്റെ ഫീലിങ്ങുള്ള വീടുണ്ടാകാം, അതിനൊന്നും ഞാൻ നിഷേധിക്കണില്ല. ഇടയിൽ ഈ പോയിന്റ് പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, ഇപ്പോൾ ഈ പഠനം നടക്കുമ്പോൾ തന്നെ വിവാഹം നടക്കണം എന്നാണല്ലോ അപ്പോൾ നിങ്ങളെ പോയിന്റ്. അങ്ങനെയാണെങ്കിൽ ഈ 3 വർഷം പഠിക്കാനുണ്ടാവുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു പെൺകുട്ടി വിവാഹത്തിലേക്ക് കിടക്കുമ്പോൾ, ഇപ്പോൾ ഒരു ഏത് കോഴ്സാവട്ടെ, ഡിഗ്രി കോഴ്സാവട്ടെ, അല്ലെങ്കിൽ ഒരു മെഡിസിൻ ആവട്ടെ, അങ്ങനത്തെ കോഴ്സുകൾക്കൊക്കെ പോകുമ്പോൾ അതിനിടയ്ക്ക് വിവാഹം നടക്കുമ്പോൾ ശരിക്കത് പഠനത്തിന് തടസ്സാവൂലേ എന്നൊരു ചിന്ത എന്തായാലും ഉണ്ടല്ലോ, കുട്ടികൾക്കിടയിലുണ്ട്. അതിനു കൂടി ഉത്തരം കിട്ടണം. ഉത്തരം നിർബന്ധമായിട്ട് ഉണ്ടാക്കണം. ആ ഉത്തരം ഉണ്ടാക്കേണ്ടത് ഈ വിവാഹ അന്വേഷണമൊക്കെ നടക്കുമ്പോഴാണ്. ഈ പഴയ മോഡൽ വിവാഹ കാഴ്ചകളൊക്കെ നിൽക്കണം. അതായത് ഉമ്മയും ബാപ്പിയും കൂടെയൊക്കെ വന്ന് കാണുക, കണ്ടതിൻ്റെ ശേഷം പിന്നെ കൂട്ടുകാരും ഇവനൊക്കെ കൂടെ വരിക, ഇങ്ങനെയുള്ള ഈ രംഗത്തെ കുറേ സംഗതികളുണ്ട്. അപ്പം കാഴ്ചയിലൊരു ബർക്കത്തുണ്ട്, ആ ബർക്കത്ത് വേണം. അപ്പം രണ്ടാൾ തുറന്ന് സംസാരിക്കണം. അപ്പോൾ പെൺകുട്ടി തുറന്ന് പറയണം. നമ്മൾ പെൺകുട്ടികൾ അതിനുള്ള ധൈര്യം കാണിക്കണം. മനസ്സിലായില്ലേ, എനിക്കിങ്ങനെ 3 വർഷം ഇതുണ്ട്, ഇത്ര സമയമുണ്ട്, ആ കോഴ്സ് ഞാൻ ഇങ്ങനെ വിചാരിച്ചിട്ടാണ്, അതിലെൻ്റെ പർപ്പസ് ഇന്നതാണ്, അതെനിക്കൊരിക്കലും ഒഴിവാക്കാൻ കഴിയാത്തൊരു പശ്ചാത്തലമുണ്ട്, ഇത്ര രൂപയിൽ മുടക്കിയിട്ടുണ്ട്. ഇത് വാപ്പാർ തമ്മിൽ പറഞ്ഞുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യല്ല. പിന്നെ ആവശ്യമാണെങ്കിൽ അവരുടെ ഉമ്മാനോട് ഈ കാര്യം പറയണം. ഇത് ഡിമാൻഡാണ്. ഈ ഡിമാൻഡ് പിന്നെ ഒരു കുത്തുവാക്കുകൊണ്ടെങ്കിലും ദ്രോഹിക്കണ അവസ്ഥയൊക്കെ സാധാരണ പലയിടത്തും ഉണ്ടാകാറുണ്ട്. നിങ്ങളുടെ വീട്ടിൽ അങ്ങനെ ഉണ്ടാവില്ല എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് എന്നൊക്കെ ക്ലാരിറ്റിയിൽ പറയണം. എന്നിട്ട് വിവാഹത്തേക്ക് പ്രവേശിക്കണം. പിന്നെ ദാമ്പത്യ ജീവിതത്തിൽ മക്കളുണ്ടാകുന്ന കാര്യം അങ്ങനത്തെ വിഷയത്തിലൊക്കെ സ്വാഭാവികമായൊരു അണ്ടർസ്റ്റാൻഡിങ് വേണം. എന്നാലും ചിലപ്പോഴൊക്കെ എന്ത് ചെയ്യും, പല ബ്ലോക്കുകളും വരും. അതിനാണ് ഈ യൂണിവേഴ്സിറ്റികളൊക്കെ ഡിസ്കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളൊരു ഓപ്ഷൻ ഇട്ടത്. കോഴ്സ് ഡിസ്കണ്ടിന്യൂ ചെയ്ത് പിന്നീട് കണ്ടിന്യൂ ചെയ്യാമല്ലോ. ആ ഒരു പ്രയാസം തീരുന്ന ഒരു ഘട്ടത്തിൽ എന്ത് ചെയ്യാം, അതിലേക്ക് പോകാം. ഇനി അതിൻ്റെ അപ്പുറത്തും അങ്ങനെ അത് മുടങ്ങുകയാണെങ്കിൽ അതൊക്കെ ഈ ആകാശവും ഭൂമിയൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് കലമിനോട് എഴുതാൻ പറഞ്ഞതാണ്. അതിപ്പോൾ ഈ കല്യാണം കഴിച്ചുകൊണ്ട് മുടങ്ങണമെന്നല്ല, മനസ്സിലായില്ലേ. അപ്പം പഠനമോ കരിയറോ അല്ല ഒന്നാമത്തെ കാര്യം. അത് ആണിനാണെങ്കിലും പെണ്ണിനാണെങ്കിലും ദീനും ജീവിതമാണ് ഒന്നാമത്തെ കാര്യം. ജീവിതം മുന്നോട്ട് ഉണ്ടാകാനുള്ളൊരു സംവിധാനം മാത്രമാണ് എന്ത്, ജോലിയും അനുബന്ധങ്ങളൊക്കെ. മോസ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അപ്പോൾ അതിന് തന്നെയാണ് നമ്മളെടുത്ത് നമ്മൾ മുന്നിൽ 100 കണക്കിന് 1000 എക്സാമ്പിളുണ്ട്. വിവാഹം കഴിഞ്ഞതിൻ്റെ ശേഷം സ്വസ്ഥമായി പഠിച്ച് പിന്നെയും പഠിച്ച് വലിയ കോഴ്സുകൾക്കൊക്കെ എത്രയോ കുട്ടികളുടെ ഉദാഹരണങ്ങളുണ്ട്. നമ്മളിപ്പോൾ ഒരു പബ്ലിക് ഡൊമൈനിലെ ആളുകളുടെ പേരൊക്കെ പറഞ്ഞതിൽ ലിമിറ്റേഷൻ ഉണ്ട്. അതൊരു ഹരമായി, അത് ജീവിതത്തിലൊരു സന്തോഷമായി മാറുന്നൊരവസ്ഥയാണ് യഥാർത്ഥത്തിൽ ഉണ്ടാവുക എന്നാണ് തോന്നുന്നത്. ഈ കുട്ടികളോട് പലപ്പോഴും സംസാരിക്കുന്നത് ഈ സോഷ്യൽ മീഡിയയിൽ ഇൻഫ്ലുവൻസേഴ്സായ ആളുകൾ, അവർ ഇപ്പോഴൊന്നും കല്യാണം കഴിക്കണ്ട, സ്റ്റേബിളായിട്ട് കല്യാണം കഴിച്ചാൽ മതി, കോഴ്സ് പൂർത്തിയായിട്ട് കല്യാണം കഴിച്ചാൽ മതി എന്നൊക്കെ അവർ പറയും. നിങ്ങൾ പറഞ്ഞ പോലെ ഈ പഠനത്തോടൊപ്പം വിവാഹം ജീവിതവും മനോഹരമായി കൊണ്ടുപോയ ആളുകളിൽ അവരിൽ വളരെ കുറഞ്ഞ ആളുകൾ മാത്രമേ സോഷ്യൽ മീഡിയയിൽ എഴുതുക പോലും ചെയ്യുള്ളൂ. അവരെഴുതുന്ന ആ എഴുത്ത് വായിച്ചാൽ തന്നെ ശരിക്ക് മനസ്സിലാവും ഇതൊക്കെ സിമ്പിളായി നടക്കാവുന്ന കാര്യമാണ്. ഇത് രണ്ടും കൂടി കൂട്ടിയോജിപ്പിക്കാൻ പ്രയാസമുള്ളൊരു കാര്യമല്ല എന്നുള്ളത് ആ എഴുതുന്ന ചുരുങ്ങിയ ശതമാനം ആളുകളുടെ വളരെ ചെറിയ എഴുത്തുകൾ വായിച്ചാൽ തന്നെ മനസ്സിലാവുന്ന കാര്യമാണ്. നമുക്ക് നമ്മുടെ ശ്രോതാക്കളോടെ അങ്ങനത്തെ അനുഭവമുള്ള ആളുകളൊക്കെ ഒന്ന് എഴുതണം, ഫീഡ്ബാക്കിലേക്ക് ഒന്ന് എഴുതണം എന്നൊരു അഭ്യർത്ഥന ഉണ്ട്. നന്നാവും. നമുക്ക് ആ ഫീഡ്ബാക്കൊക്കെ ഒന്ന് വായിക്കണം. പെൺകുട്ടികളാണ് അത് എഴുതേണ്ടത്. അല്ലെങ്കിൽ അറിയുന്നവരെന്ത് ചെയ്യണം, ഇങ്ങനത്തെ വിവാഹശേഷവും പഠനം മുന്നോട്ട് നീക്കിയതിൻ്റെ എക്സ്പീരിയൻസുകൾ അറിയുന്നവരത് എഴുതണം, നിർബന്ധമായിട്ട് എഴുതണം. ഈ നമ്മുടെ മഹബ്ബ പ്രീമാരിറ്റൽ വർക്ക്ഷോപ്പിൽ സ്ത്രീകൾക്ക് പ്രത്യേകം ആ ഒരു ഏരിയ പറഞ്ഞു കൊടുക്കാറുണ്ട്. എങ്ങനെയാണ് ഈ പഠനവും വിവാഹവും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുക. ജോലി കിട്ടിക്കഴിഞ്ഞാൽ ജോലിക്ക് പോകേണ്ട സാഹചര്യം ഉണ്ടാകുമ്പോൾ ജോലിയും വിവാഹവും കുടുംബജീവിതവും എങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റും. അത് വളരെ ശാസ്ത്രീയമായി നടപ്പിലാക്കിയ ആളുകൾ, വെറുതെ ഒരു തത്വം പറയല്ല, നടപ്പിലാക്കിയ ആളുകൾ അത് മനോഹരമായി പറഞ്ഞു കൊടുക്കാറുണ്ട് എന്നുള്ളത് കൂടി കൂട്ടിച്ചേർക്കണം തോന്നുന്നു. നേരത്തെ പറഞ്ഞ ഉമ്മാൻ്റെ പ്രശ്നത്തിലേ വിവാഹം അന്വേഷിച്ച് പെൺകുട്ടികളുടെ അടുത്തെത്തുമ്പോൾ എനിക്കൊരു ഗൾഫുകാരനെ മതി എന്നാണ് പെൺകുട്ടികൾ പറയണത് എന്നാണ്. ഇവൻ ഗൾഫുകാരനല്ല, നാട്ടിൽ മാന്യമായ ഒരു ജോലിയുള്ള ഒരാളാണ്. അപ്പോൾ സാധാരണ അങ്ങനെ ഗൾഫുകാരനെ വേണ്ടാന്ന് പറയുന്ന കുറേ ആൾക്കാരെ കണ്ടിട്ടുണ്ട്. ഇതൊരു ഗൾഫുകാരനെ എല്ലാവർക്കും മതി
എന്ന ചിന്തയിലേക്ക് എത്താൻ എന്തായിരിക്കും കാരണം? എനിക്ക് നിങ്ങളെ ചോദ്യം കേൾക്കുമ്പോൾ ചിരി വരാൻ കാരണേ, മുമ്പ് ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് ഞാൻ എത്തിയമായ കുട്ടീനെ മതിയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഏതെങ്കിലും ഒരു കുട്ടീൻ്റെ പാപ്പാനെ തച്ചു വന്നിട്ട് എനിക്ക് എത്തിയമാക്കി തരാമെന്ന് പറഞ്ഞു. സത്യത്തിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നെ പ്രവാസിയെ മതി, കച്ചവടക്കാരനെ മതി, ഡോക്ടറെ മതി, എൻജിനീയറെ മതി, ഇതൊക്കെ ആർക്കും ചിന്തിക്കാൻ കുഴപ്പമൊന്നുമില്ല. അതിപ്പോൾ അതുകൊണ്ട് ആ പയ്യൻ വിഷമിക്കൊന്നും വേണ്ട. പ്രവാസിയെ വേണ്ടാന്ന് പറയുന്ന ആയിരക്കണക്കിന് പെൺകുട്ടികൾ ഇവിടെ ഉണ്ട്, മനസ്സിലായില്ലേ? അതൊക്കെ ആളുകൾക്ക് അങ്ങനെ ചിന്തിക്കാം. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതാണ് ഇതിൻ്റെ ഒരു അടിസ്ഥാനം. നമ്മളെ ബേസ്മെൻറ്റ് ക്ലിയർ ആക്കണം. ബേസ്മെൻറ്റ് ക്ലിയർ ആണെങ്കിൽ നമ്മളെ ഭാര്യ, നമ്മുടെ ഭർത്താവ് ആരാണെങ്കിലും നമുക്ക് കിട്ടേണ്ട ഒരു മവദ്ദത്തോ റഹ്മത്തോ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ട് കിട്ടും. അതിന് വേണ്ടത് അത്ര ത്യാഗോജ്വലമായി തന്നെ എന്ത് ചെയ്യും? അത്ര കെയറിങ് ആയിരിക്കും, അത്ര ശ്രദ്ധിക്കും, അത്ര പരിഭാവനമായിരിക്കും. അത് ഈ പ്രവാസിയെ മതി എന്നൊക്കെ പറയുന്നതിൻ്റെ റീസൺ ആ കുട്ടീനോട് തന്നെ ചോദിക്കണം. അങ്ങനെ ചിന്തിക്കണ കുറച്ച് കുട്ടികൾ ഉണ്ടായാലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പ്രവാസികൾക്ക് പെണ്ണിട്ടുള്ളൂ. അതുകൊണ്ട് ആ അമ്മനോട് പറയാനുള്ളത്, എല്ലാ പെൺകുട്ടികളെയും നിങ്ങൾ പ്രവാസികളെ വേണ്ടാന്നൊന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ പഠിപ്പിക്കണില്ല. അതേ സമയത്ത് പ്രവാസികളോട് നമുക്ക് പറയാനുള്ളത്, കല്യാണം കഴിക്കുക, എന്നിട്ട് പോവുക, 2 കൊല്ലത്തിലൊരിക്കൽ 1 മാസം അതിൽ കുറഞ്ഞ സമയം അവിടെ ഉണ്ടാകുക, അതന്നെ പിന്നെ ബഹളം വെക്കണം, അതന്നെ ഒരുപാട് മെയിൻ്റനൻസ്, പല മാനേജ്മെൻറ്റ്, ക്ലബ്ബ്, രാഷ്ട്രീയം, പരിപാടി, ഇങ്ങനെ പോയിട്ട് നമ്മളെ കല്യാണം കഴിച്ച് കൊണ്ടുവന്നൊരു പെണ്ണിനെ ഇങ്ങനെ കയറില്ലാതെ കെട്ടിടുന്ന ടൈപ്പ് സംഗതിയൊക്കെ ചെയ്യണവരുണ്ട്. ചില ആളുകൾക്ക് നിർവാഹമല്ലായിട്ടാണ് പ്രവാസം നിർവാഹമല്ലാതെ നടത്തുന്നത്. അത് ആ സ്ത്രീകൾക്ക് മനസ്സിലാകും, അവർ ഉൾക്കൊള്ളും. അപ്പോൾ ആ ഒരു മാസം മാത്രം ആകരുത് അവരുടെ ദാമ്പത്യം എന്ന് പറയുന്നത്. അവരുള്ള പരിമിതിയിൽ അവർക്ക് ദാമ്പത്യം ആകാമല്ലോ. ഇന്ന് ഫോണും കാര്യമൊക്കെ ഉള്ള സമയമാണ്. പക്ഷെ അതൊന്നും ശ്രദ്ധിക്കൂല, ശരിക്കൊന്നും വിളിക്കും കൂടിയില്ല ചില ചങ്ങന്മാർ. അവരവിടെ ഭയങ്കര എൻഗേജ് ചെയ്യുമ്പോൾ അവർക്ക് ഒരു സെക്സ് മൈൻഡോ ഒന്നും ചിലപ്പോൾ ഉണ്ടാവില്ല. പക്ഷേ ഈ പെണ്ണിവിടെ ഒറ്റക്കാണ്, അടുക്കളയിലെ പണിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ റൂമിൽ തനിച്ചാണ്. ഒന്ന് കോള് വന്ന് കിട്ടണമെങ്കിൽ 12:30 1 മണി വരെ കാത്തിരിക്കണ സഹോദരിമാരൊക്കെ ഉണ്ടാവാറുണ്ട്. ഈ ചങ്ങാതിക്ക് ഒരു ചെറിയ ടൈം മാനേജ് ചെയ്തിട്ടൊന്ന് വിളിച്ച് അവൾ ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ മതി. എന്നിട്ട് ഈ ഫോണിൽ തന്നെ മര്യാദയ്ക്ക് സംസാരിക്കില്ല, വളരെ മോശമായിട്ടാണ് എന്ത് ചെയ്യുക, വളരെ ഗുണ്ടാ ടൈപ്പിലാണ് ചില ആൾക്കാരൊക്കെ പ്രതികരിക്കുക. പിന്നെ ഈ പ്രവാസത്തിലേക്ക് പോണ ചെറുപ്പക്കാരോട് നമുക്ക് പറയാനുള്ളത്, ഇവിടെ ഒരുപാട് ജോലികളൊക്കെ ഉണ്ട്, അവിടുന്ന് കിട്ടുന്നത്ര പൈസ ഒന്നും കിട്ടില്ല. പക്ഷെ അവനാൻ്റെ പെണ്ണുങ്ങളെയും കുട്ടികളെയും കൂടെ ശരിക്ക് കടന്നുറങ്ങുക, സ്വസ്ഥമായിട്ട് ജീവിക്കുക. അപ്പോൾ അതുകൊണ്ട് പ്രവാസത്തെ പൊതുവേ നമ്മൾ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്യാറില്ല. ഉണ്ടെങ്കിലും ദാമ്പത്യത്തിനും മാതാപിതാക്കൾക്കൊന്നും പരമാവധി പരിക്ക് വരാത്ത, അങ്ങനെ പറയാൻ കഴിയുള്ളൂ, പരമാവധി പരിക്ക് വരാത്തൊരു പ്രവാസത്തിൻ്റെ പ്ലാനാണ് എന്ത് ചെയ്യേണ്ടത്, ഉണ്ടാക്കിയെടുക്കേണ്ടത്. അത് നടക്കൂലെന്ന് തീരുമാനിക്കലാണ് ചില ആൾക്കാരൊക്കെ. അത് ഭംഗിയായിട്ട് നടത്തുന്നവരുണ്ട്. ഇപ്പോൾ നമുക്കറിയണ ചില സുഹൃത്തുക്കൾ വാപ്പാൻ്റെയും ഉമ്മാൻ്റെയും അടുത്ത് 1 മാസം ഒരാളുണ്ടാവും, അല്ലെങ്കിൽ 2 മാസം ഒരാളുണ്ടാവും, അടുത്ത മാസം വേറെ ആൾ വരും, മാറി നിന്നത് ഒരു ഇബാദത്തായിട്ട് എടുക്കുന്ന ആൾക്കാരൊക്കെ നമുക്കറിയാം. നിർവാഹമില്ലാത്തവരുടെ കാര്യത്തിൽ നിങ്ങൾക്ക് എങ്ങനെയാണോ പരമാവധി ചെയ്യാൻ പറ്റുക, ഗൾഫിൽ നിന്നുകൊണ്ട് നാട്ടിൽ വന്നുകൊണ്ട് ഒക്കെ അത് നല്ല പ്ലാൻ ഉണ്ടാക്കിയതിനെ സമീപിക്കണം തന്നെയാണ് പറയുള്ളത്. ഈ ഒരു സൗദി യാത്രയിൽ ഒരാളെ പരിചയപ്പെട്ടു. അപ്പോൾ ഒരു 3-4 ആളുകൾ ഒരുമിച്ചിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഒരാൾ മറ്റേ കളിയാക്കുകയാണ്, ഓനക്കെന്താ പ്രശ്നം, ഓനക്കല്ല സൗകര്യമില്ലേ, ഭയങ്കര കച്ചവടമല്ലേ, 3 മാസം കൂടുമ്പോഴാണ് ഓൻ നാട്ടിൽ പോണത് എന്ന് ഇങ്ങനെ ഒരാൾ കൂടെ ഇരുന്നുകൊണ്ട് കളിയാക്കി തമാശയായി പറഞ്ഞു. അപ്പോൾ ഞാൻ സീരിയസ് ആയിട്ട് മൂപ്പരോട് ചോദിച്ചു, അത് 3 മാസം കുടുംബങ്ങൾ പോകുമോ? 3 മാസം കൂടുമ്പോൾ പോകില്ല, ഒരു 4 മാസം അല്ലെങ്കിൽ 6 മാസത്തിൻ്റെ ഇടയിലായിട്ട് ഞാൻ നാട്ടിൽ പോകലുണ്ട്. അപ്പോൾ എന്താ പരിപാടി? അപ്പോൾ വലിയ വരുമാനമുള്ള ഒരു സംവിധാനമൊന്നും അല്ല മൂപ്പർക്ക്, ഒരു കച്ചവടമാണുള്ളത്, വരുമാനം ഉണ്ട്, അൽഹംദുലില്ലാ, മോശമല്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞു, നമ്മൾ നേരത്തെ അത് നിയ്യത്താക്കി എനിക്കെന്തായാലും അങ്ങനെ ഇടക്കിടക്ക് വീട്ടിൽ പോയിട്ട് കുടുംബത്തിൻ്റെ ഒപ്പം കുറച്ച് നിൽക്കണം എന്ന് നിയ്യത്താക്കി ആഗ്രഹിച്ചാൽ പടച്ചോയ്ക്ക് എത്തിക്കും എന്നാണ് എനിക്ക് മനസ്സിലായത് എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു മതപരമായി അങ്ങനെ ഒരു ചിന്ത ഉണ്ടായാൽ കറക്റ്റാവുമെന്ന് തോന്നുന്നു. ഈ പ്രവാസിയുടെ ഭാര്യയെ വിളിക്കാത്തതിൻ്റെ പ്രശ്നം നിങ്ങൾ ഇവിടെ സൂചിപ്പിച്ചു. അതേപോലെ വേറൊരു പ്രശ്നം ചോദ്യമായി വന്നത് ഇതാണ്, ഭാര്യയെ വിളിക്കുന്നുണ്ട് അയാൾ, ഭാര്യയോടുള്ള ഇടപെടൽ എത്രമാത്രം റെഡിയാണെന്ന് ചോദ്യത്തിലില്ല. പക്ഷേ ചോദ്യം ഇതാണ്, ഈ ഭർത്താവ്, വിദേശത്തുള്ള അവരുടെ ഭർത്താവിൻ്റെ ഉമ്മയെയോ ഉപ്പയെയോ ഒന്ന് ഫോണിൽ വിളിക്കുകയോ വിശേഷം അന്വേഷിക്കുകയോ ചെയ്യൂല. മാത്രമല്ല ഈ ഭാര്യ അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്തിയാൽ അതൊക്കെ ഭാര്യമാർ ഭർത്താക്കന്മാരോട് പറഞ്ഞ് ചെയ്യിക്കേണ്ടതാണ്
ഭാര്യ തന്നെ ചെയ്യേണ്ടതാണ് എന്നൊക്കെ ന്യായങ്ങൾ പറഞ്ഞ് ഉമ്മയെയും ഉപ്പയെയും, അത് ഇവരുടെ ഉമ്മയും ഉപ്പനല്ല, ഭർത്താവിൻ്റെ ഉമ്മയും ഉപ്പയും ശരിയായി പരിഗണിക്കുന്നില്ല എന്നൊരു പ്രശ്നം ഒരു സ്ത്രീ തന്നെ ചോദ്യമായി അയച്ചിട്ടുണ്ട്. ഇത് ഉപദേശിക്കല്ല, പൊട്ടിക്കേട് വേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം. അതായത് അയാളമ്മാനിപ്പാനെയും അയാൾ വിളിക്കണതിൻ്റെ പകരം ആയിട്ട് അയാൾ സജസ്റ്റ് ചെയ്യുന്ന വഴി അയാളുടെ ഭാര്യ അതൊക്കെ ശരിയാക്കണം എന്നാണ്. ഈ വയറുവേദന വിക്സ് വെച്ചാൽ മാറുന്ന അസുഖമല്ല. അയാളുടെ ഉമ്മയും ഇപ്പി അയാളെടുത്തുനിന്നാണ് എന്ത് ചെയ്യണത്, ഒരു കോള് പ്രതീക്ഷിക്കുന്നത്, ഒരു ആശ്വാസവാക്ക് ആഗ്രഹിക്കുന്നത്. അതാ ഞാൻ പറഞ്ഞത്, ഈ ഫോണിങ്ങിൻ്റെ കാര്യത്തിൽ വളരെ പ്ലാൻ ഇല്ലാത്ത ആളുകളാണ് പൊതുവേ പ്രവാസികൾ. അതിപ്പം വാപ്പാനും ഇമ്മാനെ അയാൾക്ക് വിളിക്കാൻ എന്തുകൊണ്ട് പറ്റണില്ല എന്ന് വെച്ചാൽ അയാളെ ഇനി അതിന് പറയാൻ പോണ കാരണം ഇത്രക്കാണ് ജോലി കഴിയുക, അങ്ങനെയാണുള്ളത്. അതിനുള്ള എപ്പോഴാണ് ഞാൻ വിളിക്കുക. പിന്നെ വിളിക്കാനാവുമ്പോഴത്തേന് ഭാര്യനെ വിളിക്കുന്നുണ്ട്, ശരിയാണ്, അതുകൊണ്ട് കാത്തു നിൽക്കണോണ്ടാണ്. അത്ര സമയമാകുമ്പോഴത്തേന് പറ്റുമോ? ഇത് ഭയങ്കര ഫേക്കായിട്ടുള്ള, ഭയങ്കര വ്യാജമായുള്ളൊരു സാധനമാണ്. ഏതാളും ഓല് പറയട്ടെ, ഓരോ ലൈഫ് പറയട്ടെ, നമ്മൾ പറഞ്ഞു കൊടുക്കുക. ഓൽക്ക് ഫോൺ ചെയ്യാനുള്ള സമയം നമ്മൾ ഉണ്ടാക്കി കാണിച്ചു കൊടുക്കുക. ഓല നമുക്ക് 3 മിനിറ്റ് കിട്ടിയാൽ മതി. ഇതൊരു ഫോണിങ് എന്നുള്ളതൊരു തരം കലയാണ്. അത് റിലാക്സ് ചെയ്ത് ആ വയസ്സായ വാപ്പാനോടും ഉമ്മാനോടൊക്കെ ഒന്ന് സംസാരിച്ചൊന്ന് വർത്താനം പറഞ്ഞ് അപ്പം തന്നെ എന്ത് ചെയ്യുന്ന അറിയാം, ഇവർ ഉൾക്കൊള്ളും. നമ്മളെ ജീവിതവും തിരക്കൊക്കെ ഉൾക്കൊള്ളുമ്പോൾ തന്നെ അവരുടെ കുറേ പരാതി തീരും, ശരിക്കും തീരും. പിന്നെ ചിലപ്പോൾ അപ്പുറത്ത് ഭാര്യനോട് സംസാരിക്കണമൊക്കെ ഉറങ്ങാതെ കിടക്കണ ഈ വാപ്പിയമ്മയും കേൾക്കണും കൂടി ഉണ്ടെങ്കിൽ ഇരട്ടി പെയിനായിരിക്കും. ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ട്. അതായത് ഒരു വാപ്പ ഒരു ഫോൺ കടയിൽ കൊണ്ടുപോയിട്ട് സ്വന്തം ഫോൺ ഇങ്ങനെ കൊടുക്കുകയാണ്. എന്താ മോനെ, ഈ ഫോണിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടോ? ഞാൻ മോൻ്റെ കോള് ഇതിലേക്ക് വരുന്നില്ല. അപ്പോൾ ഫോണിന് എന്തോ കേടുണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ആരോ ഒരു റീലാക്കിയിട്ട് ഇട്ടതാണ്. ഒരു റിയൽ സാധനമൊന്നുമല്ല, പക്ഷേ റിയൽ ലൈഫിൽ അങ്ങനത്തെ കുറേ കേസുകൾ ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു റിയൽ ലൈഫിൽ ഇങ്ങനത്തെ കുറേ കേസുകൾ ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ അയാൾ ചെയ്യുന്നത് തെറ്റാണ്, 100% തെറ്റാണ്. അത് വിശുദ്ധ ഖുർആൻ വഖളാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്നും അള്ളാഹിനെ ആരാധിക്കണമെന്നും അള്ളാഹു തീരുമാനിച്ചാണ്. മാതാപിതാക്കൾക്ക് ഇഹ്സാനും ഉണ്ട്, അവർക്ക് മുസാഹബത്തും ഉണ്ട്. മുസാഹബത്ത് വേറെ തന്നെയാണ്, ഇഹ്സാൻ വേറെ തന്നെയാണ്. ഇഹ്സാൻ തന്നെ നന്മ ചെയ്യുക, അത് ഗൾഫിൽ നിന്നാലും നടക്കുന്ന കാര്യമാണ്. മുസാഹബത്ത് എന്നുള്ളത് അവരുടെ കൂടെ ഉണ്ടാവലാണ്. പ്രവാസിനെ സംബന്ധിച്ചിടത്തോളം കൂടെ ഉണ്ടാവേണ്ട ലിമിറ്റേഷൻ അവർ പരിഗണിക്കേണ്ടത് വീഡിയോ കോളിലൂടെ ഒക്കെ തന്നെയാണ്. അവരതിന് സമയം കണ്ടെത്തണം, സംസാരിക്കണം, ആ സംസാരം പ്ലാൻ ചെയ്യണം, അവരുടെ അന്വേഷിക്കണം, അവർക്കിഷ്ടമുള്ള വിഷയങ്ങളിലേക്ക് കയറി ചെല്ലണം, അവർക്ക് കൂടുതൽ സംസാരിക്കാവുന്ന ചോദ്യങ്ങൾ ഇട്ട് കൊടുക്കണം, അവരുടെ ഇഷ്ടമേഖലകൾ കവർ ചെയ്യണം. അതൊക്കെ ചെയ്യണം, ഉറപ്പായിട്ടും ചെയ്യണം. ആ മരുന്ന് കുടിക്കണ മരുന്നിനെക്കുറിച്ച് ധാരണ വേണം, കാണിക്കുന്ന ഡോക്ടറെക്കുറിച്ച് ധാരണ വേണം, വീട്ടിലെ ജോലികളെ സംബന്ധിച്ച വ്യക്തത വേണം, അവരുടെ ആവശ്യങ്ങളുടെ ലിസ്റ്റ് വ്യക്തമായി അറിയണം. പിന്നെ സാമ്പത്തികമായിട്ട് അവരുടെ കൈകളിലേക്ക് എന്തെങ്കിലും കൊടുക്കണം. നമ്മൾ എത്ര ചെയ്തു കൊടുത്താലും അവർക്ക് അവരുടേതായ ആവശ്യങ്ങളുണ്ടാവും. ആ ആവശ്യങ്ങൾക്ക് അവരുടെ അടുത്ത് പൈസ ഇല്ലെങ്കിൽ അവരിങ്ങനെ ആൾക്കൂട്ടത്തിൽ, വാപ്പയൊക്കെ ചിലപ്പോൾ പണ്ടൊക്കെ ഒരുപാട് ചെയ്ത ആളായിരിക്കും, ഒരു 10 റുപ്യ എടുത്ത് കൊടുക്കാൻ ഉണ്ടാവില്ല. ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും മാനേജ് ചെയ്തും കൈകാര്യം ചെയ്തും പോവുക എന്നുള്ളത് അനിവാര്യമാണ്, അത് പ്രധാനമാണ്. രക്ഷിതാക്കൾക്ക് ചിലപ്പോൾ വരുമാനം ഉണ്ടാവും. വരുമാനമുള്ള രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം വളരെ ഫ്രീ ആയിട്ട് അവർ പൈസ ഒട്ടും വേണ്ടാന്ന് ചിന്തിക്കുന്നവരുണ്ടാവും. മനസ്സിലായില്ലേ? അപ്പം അവർക്ക് ചിലവ് വരാതെ നോക്കിയാൽ മതി. മാസാമാസം കൊടുത്തിട്ടില്ലെങ്കിലും അവർക്ക് ചിലവ് വരാതെ നോക്കുക എന്നുള്ളൊരു കാര്യമുണ്ടല്ലോ, അത് ചെയ്താൽ മതി. വീട്ടിലെ പൊതു ചിലവുകളൊക്കെ കൈകാര്യം ചെയ്ത് പോകുന്നൊരു സ്വഭാവം ഉണ്ടായാൽ മതി. അപ്പോൾ ആ രീതിയിൽ ഇയാൾ ചെയ്യുന്നത് തെറ്റാണ്. ആ ഭാര്യനെ നമ്മൾ അഭിനന്ദിക്കുന്നു, എൻ്റെ ഭർത്താവ് അങ്ങനെയല്ല എന്നതിൽ അവർക്ക് സങ്കടമുണ്ട് എന്നുള്ളത് നിങ്ങളുടെ യോഗ്യതയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തിൻ്റെ സലഫുകളുടെയൊക്കെ ചരിത്രം എടുക്കുമ്പോൾ അവർ ചെയ്ത കാര്യങ്ങളൊക്കെ വലുതാണ്. ഇപ്പം അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഹറമിൽ നിൽക്കുമ്പോൾ ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ഉമ്മാനെ തോളിലേറ്റിയിട്ട് തവാഫ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഉമ്മാനെ നിലത്ത് വെച്ചിട്ട് ചെന്നിട്ട് ചോദിച്ചു, ഞാൻ എൻ്റെ ഉമ്മാനെ എന്നെ ദൂരം ശാമാന്തം തോന്നുന്നുണ്ട്, അത്രയും ദൂരം യാത്ര ചെയ്തിട്ട് തോളിലേറ്റി കൊണ്ടുവന്നതാണ്, എൻ്റെ ഉമ്മാനോടുള്ള ഡ്യൂട്ടി ഞാൻ ചെയ്തോന്ന് വെച്ചപ്പം അദ്ദേഹത്തിന് കൊടുത്ത ഉത്തരം, നിങ്ങളെ ഉമ്മ നിങ്ങളെ പ്രസവിക്കാൻ വേണ്ടി എടുത്ത പെയിനുണ്ട്, ആ കുട്ടി പുറത്തേക്ക് വരാൻ ഉള്ള ഒരു ശബ്ദം പുറപ്പെടുവിക്കുമല്ലോ പുറത്തേക്ക് തള്ളാൻ വേണ്ടിയിട്ട്, ആ ഓരോ ശബ്ദത്തിൻ്റെ ഒപ്പം അവരനുഭവിച്ച ആ ഒരു വേദനക്ക് ഉള്ള പരിഹാരമായിട്ടില്ല നിങ്ങളിപ്പോൾ ചെയ്തതെന്നാണ്. അത്ര ആഴത്തിൽ ഈ വിഷയം ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇനി പാരൻസ് എന്തൊക്കെയാണെങ്കിലും അവരെ
പ്രവാസി എന്നല്ല, ആരും എന്ത് ചെയ്യേണ്ടതാണ്, കൃത്യമായി പരിഗണിക്കേണ്ടതാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ സമയം കിട്ടുന്നില്ല എന്നുള്ളത് ആരെങ്കിലും ഒരു ന്യായമായി പറയണമെങ്കിൽ അത് നിങ്ങൾ പറഞ്ഞ പോലെ ഫേക്കാണത്, വെറുതെ പറയുന്ന ഒരു കാര്യമാണ് അത്. പ്രവാസികളോടൊപ്പം ജീവിക്കുന്ന ആളുകൾക്ക് അതറിയാം. അവരുടെ ലൈഫ് സ്റ്റൈല് ഇപ്പോൾ രാത്രി കുറേ വൈകി കിടന്നുറങ്ങി ഫോൺ വിളികളുണ്ടാവും. ഫോൺ വിളികളോടൊപ്പം തന്നെ ഭാര്യമാരോട് സംസാരിക്കുമ്പോൾ ആണെങ്കിൽ തന്നെ അത് സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് സംസാരിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധയും ഇവിടെ ശ്രദ്ധയും രണ്ടും കൂടി ഒരേമാതിരി നോക്കാൻ കഴിയില്ലല്ലോ. ഉമ്മയന്മാരോട് ഇപ്പോൾ അവരോട് സംസാരിക്കുമ്പോൾ ഇത് തോണ്ടിക്കൊണ്ട് സംസാരിച്ചാൽ സംസാരത്തിൽ ഫോക്കസ് ചെയ്യാൻ കഴിയില്ല. ഇനി രാത്രി വൈകി കിടന്നുറങ്ങുക, എന്നിട്ട് സുബഹിസ്കാരത്തിന് പോകുന്ന ആളുകൾ പോലും സുബഹിസ്കാരം കഴിഞ്ഞ് പിന്നെ കുറേ നേരം കിടന്നുറങ്ങുകയാണ് ജോലിക്ക് പോകുന്നതിൻ്റെ മുമ്പ്. സുബഹിൻ്റെ മുമ്പോ സുബഹിക്കൊക്കെ ജോലിക്ക് പോകുന്ന ആളുകളുണ്ടെങ്കിൽ അവരുടെ ജോലി തീർച്ചയായും വൈകുന്നേരത്തോടു കൂടി തീരുന്നുണ്ട്. അതിലപ്പുറം കുറേ 2-3 ഡ്യൂട്ടികളൊക്കെ എടുക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർ മാത്രമേ അതിൽ ഒഴിവുള്ളൂ. ബാക്കി കൂടുതൽ ആളുകൾക്കും പകൽ സമയത്ത് തന്നെ രക്ഷിതാക്കളെ ഫോൺ വിളിക്കാനുള്ള സമയം കിട്ടുമെന്നുള്ള കാര്യത്തിലൊരു സംശയമില്ല. അതൊരു ആരെങ്കിലും അങ്ങനെ ഒരു ന്യായം പറയണ്ടെങ്കിൽ അത് തെറ്റാണ്. ഇനി അങ്ങനത്തെ ആളുകളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ അവർക്കുള്ള സമയം നമ്മൾ പറഞ്ഞും ചെയ്തിട്ടുണ്ടല്ലോ. ഒരു പറഞ്ഞാൽ മതി, നമുക്ക് ഉമ്മാനിപ്പാനെ വിളിക്കാൻ സമയമല്ല, നിങ്ങളെ വാദം തെറ്റാണ്, എൻ്റെ ഷെഡ്യൂൾ ഇങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് എന്ത് ചെയ്യും? സമയം ഉണ്ടായി കൊടുക്കും. മനോഹരമായ സമയം ഉണ്ടായി കൊടുക്കും. അവർ പിന്നെ അങ്ങനത്തെ ആൾക്ക് നിസ്കരിക്കാനും സമയം ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? നിസ്കരിക്കാനും സമയം ഉണ്ടാവില്ല. നിസ്കാരം അവിടെ ഒഴിവാക്കും. നിസ്കാരം പോലത്തെ ബാധ്യതയാണ് അവർക്ക് അവരെ മാതാപിതാക്കളെ വിളിക്കലും ബന്ധപ്പെടലും ആശ്വസിപ്പിക്കലും പ്ലാൻ ഉണ്ടാക്കലും ചികിത്സയും ഇടപെടലൊക്കെ. ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇന്ന് നമ്മൾ പ്രധാനപ്പെട്ട 2 വിഷയങ്ങൾ അൽഹംദുലില്ലാഹ് നമ്മൾ ചർച്ച ചെയ്തു. വിവാഹവുമായി ബന്ധപ്പെട്ട് കുട്ടികൾ തയ്യാറാവാത്തതിൻ്റെ വിഷയങ്ങൾ, അത് വീണ്ടും അതിൻ്റെ കുറേ മേഖലകൾ ചർച്ച ചെയ്യാനുണ്ട്. ഇൻഷാ അല്ലാഹ് മറ്റൊരവസരത്തിൽ വീണ്ടും നമുക്കത് ചർച്ചക്കെടുക്കാം. പ്രവാസികൾ എന്ന നിലക്ക് നമ്മുടെ ഒരു കുടുംബത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ഓരോരുത്തരും ഇത്തരം മേഖലകളിൽ ഇടപെടുന്നത്. അത് നമ്മുടെ ഈ ഭൗതിക ലോകത്തെ ഒരു ആശ്വാസം കിട്ടുന്നതോടൊപ്പം പാരത്രിക ലോകത്ത് നമുക്ക് നഷ്ടങ്ങൾ സമ്മാനിക്കുന്നതാകരുത് എന്നതിലൊരു നിർബന്ധ ബുദ്ധി തീർച്ചയായും നമുക്കുണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നതൊരു സൽക്കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ എപ്പിസോഡ് തൽക്കാലം ഇവിടെ സമാപിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി.